ഹലോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് പ്രിപ്പറേഷൻ എന്താണ്. റെസിപ്പിയൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇത്താടെ വീഡിയോ കണ്ട് എഴുതിയെടുത്ത് തലേന്ന് നമ്മൾ ചിക്കൻ വാങ്ങിച്ച് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, പിന്നെ അരിപ്പൊടി 2 സ്പൂണ്, പിന്നെ കോൺഫ്ലവർ, തൈര് ഒഴിച്ച് കുഴച്ച് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് ഇട്ട് വെച്ച് ഇന്ന് നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ളതാണ്. പിന്നെ നമ്മൾ നേരെ പോയി സിനിമ കാണാൻ പോയി. ഈ സിനിമയും കണ്ട് കുറച്ച് നേരം ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും പിറ്റേ ദിവസമാണ്. നമ്മളൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സവോള ഇട്ട് വരട്ടുക. എന്നിട്ട് നമ്മൾ ഈ കളറാകുമ്പോഴത്തേക്ക് എടുത്ത് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ചിക്കൻ ഒന്നും കൂടിയും കുഴച്ച് ആ പാത്രത്തിൽ തന്നെ ചിക്കൻ പൊരിച്ചിടാം. ചിക്കൻ ഇങ്ങനെ പൊരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഗ്രാമ്പൂ, ഏലയ്ക്ക അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും നെയ്യും കൂടി ഇട്ട് ഇളക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കഴുകി വെച്ച അരിയും കൂടി ഇട്ട് നമ്മൾക്കൊന്ന് അരി സെറ്റ് ചെയ്യും. അരി സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ പൊരിച്ചൊക്കെ റെഡി ആയിട്ടുണ്ടാകും. അത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. വേറൊരു പാത്രം എടുത്തിട്ട് നമുക്ക് നേരത്തെ ചിക്കൻ പൊരിച്ച് വെച്ചേക്കുന്ന എണ്ണയും അതിൻ്റെ അകത്തേക്ക് ഗ്രാമ്പൂ, ഏലയ്ക്ക ആ സാധനങ്ങളൊക്കെ ഇട്ട് സവോള, ഉപ്പും ചതച്ച് വെച്ച മുളകും, പിന്നെ നമുക്ക് തക്കാളിയും കൂടെ തന്നെ മുളക് പൊടിയും ഗരം മസാല അങ്ങനെ നമ്മൾ കുറേ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി അങ്ങനെ മസാലകളൊക്കെ ചേർത്ത് നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്യാം. അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു 2 ടീസ്പൂണ് നമുക്ക് തൈര് ഒഴിക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഈ നാരങ്ങ നീര്, പകുതി നാരങ്ങ നീര് ഒഴിക്കാം. പിന്നെ മറ്റേ ടൊമാറ്റോ സോസ് ഉണ്ട്, അതും കൂടിയും കുറച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് അത് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ചിക്കനും കൂടി അതിലിട്ട് രണ്ടും കൂടി ഒന്ന് കുഴച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്കൊരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് 5 മിനിറ്റത്തേക്കും ഇതാക്കി വെക്കാം. പിന്നെ ആ പാത്രത്തിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചോറ് കുറച്ചായിട്ട് എടുത്ത് ഇങ്ങനെ ഒരു തട്ട് സെറ്റ് ചെയ്യാം. ചോറ് കുറച്ച് ഇതാക്കിയിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയിൽ കൂടെ നെയ്യും മല്ലിയിലയും പിന്നെ നമ്മൾ നേരത്തെ വെച്ച് സവോളയും കൂടി ഇട്ട് സെറ്റ് ചെയ്ത് നമുക്ക് അടുത്ത കോട്ടും കൂടി ഉണ്ടാക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും നെയ്യും മല്ലിയിലയും സവോളയും കൂടി ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് ഒരു 5-10 മിനിറ്റത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ആ ചോറുകളൊക്കെ ഒന്ന് മാറ്റി അടിയിൽ കുറച്ച് ചോറ് ഇടുമ്പോഴത്തേക്കും ഇളക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഫസ്റ്റ് ചിക്കനും പിന്നെ നമ്മൾ മാറ്റി വെച്ച ചോറും കൂടിയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ റൗണ്ട് പാത്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ കടയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ബിരിയാണികൾ കിട്ടും. നമുക്കൊന്നിങ്ങനെ ഇതാക്കി വെച്ചിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് നമുക്ക് 2 തട്ടൊക്കെ ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് നമുക്കത് മാറ്റുമ്പോൾ അതേ ഇതുപോലെ സെറ്റായി വരും. നമുക്ക് അതിൻ്റെ ഒപ്പം ചള്ളാസും അച്ചാറും പിന്നെ ഒരു പപ്പടവും കൂടിയും പൊരിച്ചിട്ട് കഴിച്ചാൽ പൊളി സാധനം. എന്തായാലും ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.